السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله، وخذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. അയ്യുഹൽ വലദിൻ്റെ 12ാമത്തെ ദർസ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അയ്യുഹൽ വലദ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതുകൊണ്ട് എല്ലാ പഠിതാക്കളും കൃത്യമായി കേൾക്കുകയും പൂർവോപരി താല്പര്യത്തോടുകൂടെ ദർസിൽ സജീവമാവുകയും വേണം. അല്ലാഹു തആല ഇത് കേൾക്കുന്ന, ഇതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്ന എല്ലാവർക്കും ഒരുപാട് ഖൈറാത്തുകൾ, ബറകാത്തുകൾ, ഫുതുഹാത്തുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് രോഗികൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും കാമിലായ ആജിലായ ശിഫാ അല്ലാഹു നൽകട്ടെ. ആമീൻ. ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായി കഴിയുന്ന നമ്മുടെ പഠിതാക്കളുണ്ട്. അല്ലാഹു എല്ലാവർക്കും വലിയ ഷിഫാ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുകയാണ്. വറുവിയ അന്നൽ ഹസനൽ ബസ്വരിയ റഹിമഹുല്ലാഹു തആല, ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്വരി, നേരത്തെ അയ്യുഹൽ വലദിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ടവരെ നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാനവറുകളുടെ ഒരു സംഭവം പറഞ്ഞ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, നമ്മെ ഉണർത്തുകയാണ്. ഈ ഉറക്കിൽ നിന്ന് നമ്മൾ എന്നാണ് ഉണരുക? ശർബത്തം മിൻ മാഇൻ ബാരിദ്, മഹാനവറുകൾക്ക് നല്ല തണുത്ത വെള്ളം നൽകപ്പെട്ടു. നല്ല ചൂടുള്ള സമയത്ത് തണുത്ത വെള്ളം കിട്ടിയാൽ എന്തൊരു സന്തോഷമായിരിക്കും. ഫലമ്മാ അഖദൽ ഖദഹ, ആ ഗ്ലാസ്, വെള്ളം നിറച്ച ആ ഗ്ലാസ് ബഹുമാനപ്പെട്ടവർ സ്വീകരിച്ചപ്പോൾ, അത് കയ്യിൽ വെച്ചപ്പോൾ ഓഷിയ അലൈഹി, ബഹുമാനപ്പെട്ടവർക്ക് ബോധക്ഷയം സംഭവിച്ചു പോയി. വസഖത മിൻ യദിഹി, ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്വരി തങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് താഴെ വീണുപോയി. മനുഷ്യൻ ബോധം കെട്ടാൽ പിന്നെ ഒരു രക്ഷയും ഇല്ലല്ലോ. ആ ഗ്ലാസ് താഴെ വീണു. സുബ്ഹാനല്ലാഹ്. വലമ്മാ അഫാഖ, ബഹുമാനപ്പെട്ടവർ ബോധം തെളിഞ്ഞപ്പോ, കുറച്ചു കഴിഞ്ഞ് ബോധം തെളിഞ്ഞു. ഖൈല ലഹു മാലക യാ അബാ സഈദ്, അവരുടെ ഓമനപ്പേരാണ് അബൂ സഈദ്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബുൽ ഖാസിം എന്നൊക്കെ പേരുള്ളതുപോലെ പുരുഷന്മാരാകുമ്പോൾ അബു കൊണ്ട് ഓമനപ്പേരിടും, സ്ത്രീകളാവുമ്പോൾ ഉമ്മു കൊണ്ട്, ഉമ്മു ഐമൻ, ഉമ്മു സുലൈം എന്നൊക്കെ കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ട പഠിതാക്കളെ? അതൊക്കെ കുഞ്ഞത്ത് അലമ് എന്നാണ് അതിന് അറബിയിൽ പറയുക, ഓമനപ്പേര്. ഖൈല ലഹു മാലക യാ അബാ സഈദ്, ഓ അബൂ സഈദ് എന്നവരെ, എന്തു പറ്റി? സാധാരണ അങ്ങനെ ചോദിക്കുമല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എന്തേ പറ്റിയത്? നിങ്ങൾക്ക് എന്താ ബോധം കെടാനുള്ള കാരണം? ബഹുമാനപ്പെട്ടവരുടെ മറുപടിയാണ് നമ്മളേവരും ചിന്തിക്കേണ്ടത്. ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ വറഉം ആ സൂക്ഷ്മതയോ ആ തഖ്വയോ ഒന്നും നമുക്കില്ലെങ്കിൽ പോലും നമ്മളിത് ചിന്തിക്കേണ്ടതുണ്ട്. കാല മഹാനവറുകൾ പറഞ്ഞു,
ദക്കർതു ഉംനിയത അഹ്ലിന്നാർ. എൻ്റെ കയ്യിലേക്ക് ആ തണുത്ത വെള്ളം കിട്ടിയപ്പോൾ ഞാൻ നരകത്തിൻ്റെ ആളുകളുടെ ആഗ്രഹം ഇങ്ങനെ ഓർത്തുപോയി. ഹീന യഖൂലൂന ലി അഹ്ലിൽ ജന്ന, സ്വർഗവാസികളോട്, സ്വർഗത്തിൽ ഇങ്ങനെ ആസ്വദിച്ച് കഴിയുന്ന, സൂറത്തുൽ വാഖിഅയുടെ പരാമർശം നമ്മളിപ്പോൾ സ്വർഗാണല്ലോ, ആ സ്വർഗത്തിൽ ആസ്വദിച്ച് ആടിത്തിമിർത്ത്, എങ്ങനെയാണ് അതിൻ്റെ വാക്കുകളൊക്കെ പറയുക എന്ന് നമുക്കറിയില്ല. അത്രയും വലിയ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണല്ലോ സ്വർഗജീവിതം. ആ സ്വർഗത്തിലുള്ള ആളുകളോട് പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ അർഹരാണവർ, എന്തുകൊണ്ടും അർഹരാണ്. ആ ആളുകൾ പറയുന്നുണ്ട്, നരകവാസികൾ സ്വർഗത്തിലുള്ള ആളുകളെ ഇങ്ങനെ കാണാൻ കഴിയും. അതിന് പ്രത്യേകമായ സംവിധാനങ്ങൾ സിട്ടാവായ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. അതിന് ഹാളുകളുണ്ട്, അതിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. എന്താണ് പറയുന്നത്? അൻ അഫീലു അലൈന മിനൽ മാ, അൻ അഫീലു, നിങ്ങളൊന്ന് ചൊരിച്ചു തരൂ, അലൈന, ഞങ്ങളുടെ മേൽ, മിനൽ മാ, വെള്ളം ചൊരിച്ചു തരൂ. സ്വർഗനിവാസികളെ വയ്യ, നരകം താങ്ങുന്നില്ല. അവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ടല്ലോ, ഇവിടെ വെള്ളം ചോദിച്ചാൽ കിട്ടുന്നത് ഏതാണ്? ഹമീമാണ്. ഭക്ഷണം ചോദിച്ചാൽ കിട്ടുന്നത് ചങ്കിൽ കെട്ടുന്ന സക്കൂമാണെന്ന് ശുദ്ധ ഹദീസുകളിലും പരിശുദ്ധ ഖുർആനൊക്കെ പറയുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ അഫീലൂ, ദയവ് ചെയ്ത് നിങ്ങളൊന്ന് പാർന്നു തരണം, ചൊരിച്ചു തരണം, അലൈന, ഞങ്ങളുടെ മേൽ, മിനൽ മാ, വെള്ളം ചൊരിച്ചു തരണം. ഈ വെള്ളം തന്നെ ആയിക്കോളണമെന്നില്ല, അത്രയും സഹി കെട്ടിട്ടുണ്ട്. ഔ മിമ്മാ റസഖക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് എന്തോ തന്നത് അതൊന്ന് തന്നിട്ട്, ഞങ്ങൾക്കൊന്ന് തന്നിട്ട് ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് നരകവാസികൾ ഇങ്ങനെ കെഞ്ചുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാണത്, അൻ അഫീലു അലൈന മിനൽ മാഇ ഔ മിമ്മാ റസഖക്കുമുല്ലാഹ്, വെള്ളമോ അതല്ല എന്തെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്താനുള്ള സംവിധാനം ആ നരകത്തിൽ നിന്ന്, ആ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് തരാൻ കഴിയുമോ നിങ്ങൾക്ക്? ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് ആ തീജ്വാലയിൽ പൊന്തി വരുന്ന മനുഷ്യർ, പച്ച മനുഷ്യർ ഇങ്ങനെ വല്ലാതെ നിലവിളിക്കുന്ന ഒരു രംഗമാണ് ഖുർആൻ ഈ പറയുന്നത്. ഇവിടെ മാ എന്ന പ്രയോഗമുണ്ടല്ലോ, ആ വെള്ളം എന്ന പ്രയോഗം കണ്ടപ്പോഴേക്കും ഹസനുൽ ബസരി ഈ ആയത്തോർത്ത് സുബ്ഹാനല്ലാഹ് ബോധക്ഷയം സംഭവിച്ചെങ്കിൽ നമ്മൾ ഏത് ലോകത്താ ജീവിക്കുന്നത്? നമ്മൾ ഏത് സമയത്താണ് കഴിയുന്നത്? നമ്മുടെ ഈമാൻ എത്രയാണ്? ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത് എന്നൊന്നും എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, നരകത്തിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ കഥ പറയുമ്പോൾ, നരകത്തിലേക്ക് വെള്ളം തരണമെന്നുള്ള ആയത്ത് കേൾക്കുമ്പോഴേക്ക്, ഇവിടെ വെള്ളം ലഭിച്ചപ്പോൾ, തണുത്ത വെള്ളം കിട്ടിയപ്പോൾ ബോധക്ഷയം സംഭവിച്ചിട്ട് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്വരി അവിടത്തേക്ക് സംഭവിച്ച ബോധക്ഷയം, നമ്മൾ ഇത് എത്ര കേൾക്കുന്നുണ്ട് നരകം, അതുപോലെ നരകത്തിൻ്റെ ഭയവിഹ്വലതകൾ എത്രയാണ് കേട്ട് നമ്മൾ തഴമ്പിച്ചു പോയത്. വല്ല പേടിയും നമുക്ക് വരുന്നുണ്ടോ? അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് മഗ്രിബ് നിസ്കരിച്ചിട്ട് 7 പ്രാവശ്യം ചൊല്ലാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? സുബ്ഹിന്റെ ശേഷവും അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഹസനുൽ ബസരി തങ്ങൾ ബോധം കെട്ടുപോയ നരകം ഒന്ന് ആത്മാർത്ഥതയോടെ പറയാനെങ്കിലും, ആ നരകം, അതിൽ നിന്ന് ഞങ്ങളെ ഒന്ന് കാക്കണേ എന്ന് പറയാനെങ്കിലും, പ്രിയപ്പെട്ടവരെ, നമ്മൾ സമയം കിട്ടാറുണ്ടോ? സമയം നമുക്ക് തികയാറുണ്ടോ? ഒരു ബോധപൂർവം, അല്ലാഹുവേ, ഹസനുൽ ബസ്വരിയൊക്കെ ഈ ആയത്ത് കേട്ടിട്ട് ബോധം കെട്ടെങ്കിൽ ആ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുകയാണല്ലോ മഗ്രിബിൻ്റെയും സുബ്ഹിൻ്റെയും ശേഷം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന വചനത്തിലൂടെ, എന്ന ദിക്റിലൂടെ
ആ സമയത്തെങ്കിലും ഒരു ബോധത്തോടു കൂടെയാണോ നമ്മളതൊക്കെ ചെല്ലുന്നത് എന്ന് ഞാൻ ആദ്യം ചിന്തിക്കുകയും പിന്നെ നിങ്ങളൊക്കെ ആലോചിക്കുകയും വേണ്ടതല്ലേ? അല്ലാഹു തആല നമുക്ക് നരക ശിക്ഷയുടെ പേടിയും സ്വർഗത്തിൻ്റെ ആഗ്രഹവും നമ്മുടെ കൽബിലേക്ക് അല്ലാഹു ഇട്ട് തന്ന് നമ്മെ ഉള്ള സ്റ്റേജിൽ നിന്ന് ഇനി താഴോട്ടൊന്നും തീരെ ഇറക്കാതെ ഒരു തറക്കി മുകളിലേക്കുള്ളൊരു കുതിപ്പ് അല്ലാഹു നമുക്ക് സാധ്യമാക്കട്ടെ. അല്ലാഹുവിലേക്കുള്ള ഉസൂൽ ഉസൂലു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ളൊരു ലയനം, അതിന് അല്ലാഹു നമുക്ക് വലിയ വാതിലുകൾ, വലിയ സാധ്യതകൾ അല്ലാഹു തുറന്നു തരുമാറാകട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. എല്ലാവരും ക്ലാസ് വളരെ കൃത്യമായി കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ഒരുപാട് പഠിതാക്കളാണ് നമ്മുടെ വിജയം. അല്ലാഹു എല്ലാവർക്കും ഒരുപാട് ഖൈറുകൾ, ഒരുപാട് സന്തോഷങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകട്ടെ. ഹസനുൽ ബസരിയുടെ ഈ ഒരു വാഖിയത്തിൽ നിന്ന്, ഈ ഒരു സംഭവത്തിൽ നിന്ന് ചെറിയൊരു ഈമാനെങ്കിലും അല്ലാഹു നമ്മുടെ കറ പിടിച്ച ഹൃദയത്തിലേക്ക് അല്ലാഹു ഇട്ടു തരട്ടെ. ആമീൻ. സ്വകാര്യതകളിലും അതുപോലെ പരസ്യവേളകളിലൊക്കെ അല്ലാഹുവിനെ മറക്കാത്തൊരു ജീവിതം റബ്ബ് നമുക്ക് സാധ്യമാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.